വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നൊരു ചെറിയ വീഡിയോ കേട്ടോ, അത് അധികം ലെങ്തി വൈസിലുള്ള ഒരു വീഡിയോ അല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കമന്റ്സിനൊക്കെ ഉള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ. കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈൽഡ് ആയിട്ടുള്ള കുറച്ച് ഷാംപൂസ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു മൈൽഡ് ഷാമ്പൂ എന്നുള്ളത് കേട്ടോ. മൈൽഡ് ഷാമ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കെമിക്കൽസ് കുറവായിരിക്കും. അതിൽ പക്ഷേ നമ്മൾക്ക് കണ്ടീഷനിങ് ഏജൻസ് ഉണ്ടാകും. അതായത് ഈ സിലിക്കോൺ, പ്രോട്ടീൻ നമ്മുടെ മുടിയെ സ്മൂത്ത് ആക്കാനും ഷൈനി ആക്കാനും ഒരു സിൽക്കി ടെക്സ്ചർ വരാനും ഒക്കെ പറ്റുന്ന കണ്ടീഷനിങ് ഏജൻസ് ഈ ഒരു മൈൽഡ് ഷാമ്പൂയിൽ ഉണ്ടാകും. പക്ഷെ കെമിക്കൽസ് കുറവായിരിക്കും. ഈ മൈൽഡ് ഷാമ്പൂവിൽ ഒരിക്കലും പാരബൺ ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ സൾഫേറ്റും ഉണ്ടാകത്തില്ല. അത് രണ്ടും ഫ്രീ ആയിട്ടുള്ളതായിരിക്കും മൈൽഡ് ഷാമ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ മുടിയുടെ ഫ്രിസ്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി സ്മൂത്ത് ആക്കി ഷൈനി ആക്കുന്നതൊക്കെ ഈ സിലിക്കോൺ, പ്രോട്ടീൻ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂവിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചില കേസിൽ സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ആയിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ മൈൽഡ് ഷാമ്പൂവിൽ എല്ലായ്പ്പോഴും മൈൽഡ് ഷാമ്പൂ എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് നിയർ ബൈ സ്റ്റോറിൽ നിന്നോ അതുപോലെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഡ്രഗ് സ്റ്റോറുകളിൽ നിന്നോ എവിടെ വേണമെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഷാമ്പൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷാമ്പൂയിലുള്ള ആ ഒരു കണ്ടൻസ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ആണോ അല്ലെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഷാമ്പൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ എടുക്കാം. അതായത് സോഡിയം ലോറൽ സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ലോറൽ സൾഫേറ്റ് ഇതൊക്കെ ഉള്ള കണ്ടന്റ് വരുന്ന ഷാമ്പൂ ആണോ നോക്കുക. അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എടുക്കുന്ന ഏതൊരു ഷാമ്പൂയിലും ഞാൻ പറഞ്ഞല്ലോ കണ്ടീഷനിങ് ഏജൻസ് ഉണ്ടാകും. അത് ഒരു പക്ഷേ സിലിക്കോൺ ആകാം, പ്രോട്ടീൻ ആകാം, ഓയിൽസ് ആകാം. അതൊന്നും പ്രശ്നമില്ല. അതാണ് നിങ്ങളുടെ മുടിയിൽ നല്ല സ്മൂത്ത് ആയിട്ടും ഷൈനി ആയിട്ടും വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനുള്ള ഒരു എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബേബി ഷാമ്പൂസ് ആണ്. നിങ്ങൾക്കറിയാം നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ സ്കിന്നും കുട്ടികളുടെ ഹെയറും നമ്മുടെ സ്കിന്നും ഹെയറും തമ്മിൽ ഭയങ്കര ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ സെൻസിറ്റിവിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ മൈൽഡ് ഷാമ്പൂവിൽ അതായത് കുട്ടികളുടെ ഷാമ്പൂവിൽ ഡിറ്റർജൻസ് കുറവാണ്. അത് നിങ്ങൾക്കറിയാം ചില ഷാമ്പൂ കണ്ണിലാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. അപ്പം ബേബി ഷാമ്പൂ ആകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐസിനോ ഇറിറ്റേഷൻസ് ഒരിക്കലും ഉണ്ടാകത്തില്ല കേട്ടോ. ബേബി ഷാമ്പൂവിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസോ ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഈ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ അതായത് നമ്മുടെ ഈ ബേബി ഷാംപൂസ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്. ഇനി വരുന്നതാണ് സോഫ്റ്റ് കെയർ ഡവ് ഷാമ്പൂ. ഡവിൻ്റെ ചില ഷാമ്പൂസ് ഭയങ്കര മൈൽഡാണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി എന്തൊക്കെ ഷാമ്പൂസ് എന്ന് ഞാൻ കുറച്ച് സൈഡിലായിട്ട് കൊടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ടീ ട്രീ കോംബോയിൽ വന്നിട്ടുള്ള ഷാമ്പൂസ്, ടീ ട്രീ ഓയിൽ വന്നിട്ടുള്ള ഷാമ്പൂസ് ആൻഡ് കണ്ടീഷണർ. പിന്നെ ഒണിയൻ്റെ ഹെയർ ഷാമ്പൂ ആകാം, കണ്ടീഷണേഴ്സ് ആകാം. കേർഡ് സ്മൂത്തനിങ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. ദെൻ റൈസ് വാട്ടർ ഷാമ്പൂ ആൻഡ് ബൃംഗരാജും അമല കോംബോയിൽ വന്നിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് ആട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നിങ്ങളുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഏത് ഷാമ്പൂ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ടെക്സ്ചറും മുടിയുടെ ടെക്സ്ചറും നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. അതായത് നിങ്ങളുടെ മുടി ഡ്രൈ ആണോ ഓയിലി ആണോ കോമ്പിനേഷൻ ആണോ ഏതാണോ നോക്കി അതിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മേടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് പറയാം കേട്ടോ. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും